ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. ഈ ഒരു യൂട്യൂബ് ചാനലില് ഞാൻ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, നിങ്ങളെ എങ്ങനെ ഒരു കരിയറിൽ ഇപ്പം IT ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, മെയിൻ, ഡോട്ട്നെറ്റ്, ജാവ, സ്പ്രിംഗ് ബൂട്ട്, അങ്ങനെ അങ്ങനെ ഒരു 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 ഒത്തിരി അധികം സ്റ്റാക്കുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് പഠിക്കണമെന്ന് അറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത്, അല്ലെ? അപ്പം അപ്പൊ എല്ലാരും ഇങ്ങനെ എന്ത് പഠിക്കണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. ഇപ്പൊ പലരും പറഞ്ഞ് ജാവാ സ്ക്രിപ്റ്റ് പഠിക്കാം, മെയിൻ സ്റ്റാക്ക് പഠിക്കാം, അല്ലെങ്കിൽ മീൻ സ്റ്റാക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഇത് ജാവാ സ്ക്രിപ്റ്റ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഗൈസ്, അങ്ങനെ അങ്ങനെ പല ഡൗട്ടിലാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്, അല്ല? പക്ഷെ നിങ്ങൾ ആരും ASP.NET Core എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുടെ സപ്പോർട്ടോടു കൂടിയുള്ള, മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ടോടുകൂടിയുള്ള, ലോകത്തിലെ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസും ലാർജ് സ്കെയിൽ വെബ് APIസും ക്രിയേറ്റ് ചെയ്യുന്ന ASP.NET Core എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്, അത് ആരും, അല്ലെങ്കിൽ ASP.NET Core എന്ന് പറയുന്ന സ്റ്റാക്ക് ആരും 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 എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് ചോദിച്ചറിയാം, ഏതൊരു ലാർജ് സ്കെയിൽ ഡൊമൈൻ ആപ്ലിക്കേഷൻസും, അതൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതൊരു ഒരു എയ്റോസ്പേസ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ഇൻഷുറൻസ് ലെവൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ERP സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം ഏതൊരു ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് ASP.NET Core ആണ്. ASP.NET Coreന് ശേഷം ആ ഒരു കഴിവുള്ളത് ജാവയ്ക്കുമാണ്. പിന്നീട് ജാവാ സ്ക്രിപ്റ്റ് എന്നൊക്കെ എല്ലാവരും പറയുന്നത് മെയിൻ സ്റ്റാക്ക്. ഇത്തരം സ്റ്റാക്കുകൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. നിങ്ങൾ വലിയ കമ്പനികളാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവിടെ എപ്പോഴും മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ വലിയ കമ്പനികളാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അത്തരം കമ്പനികളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് അവരുടെ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിൽ അവർക്ക് നല്ല നല്ല ഡിസൈൻ പാറ്റേൺസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ASP.NET Core ഫ്രെയിം വർക്കിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ASP.NET Coreന്റെ ഒരു വലിയ ഒരു കോഴ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോ പറയാം. അതിനുശേഷം ഈ കോഴ്സിന്റെ സിലബസിൽ ഞാൻ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും ഞാനിപ്പോ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു കോഴ്സ് നിങ്ങൾ വരുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് C# പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഹൈ ലെവൽ നോളജ് ഞാൻ പറയുന്നില്ല, ബേസിക് ലെവൽ C# നോളജ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് വരാം. മീൻസ് C# ഇല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം. മീൻസ് C++ ഓർ ജാവ, അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് HTML, CSS തുടങ്ങിയ ഫ്രണ്ട് എൻഡ് യൂസിങ് ടെക്നോളജീസിൽ കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം, വളരെ കുറച്ച് നോളജ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള SQL query നോളജ് ഉണ്ടായിരിക്കണം, ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ASP.NET Core വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാന്, അല്ലെങ്കിൽ ASP.NET Core വെബ് API ഡെവലപ്പർ എന്നുള്ള നിലയിലേക്ക് നിങ്ങളെ എത്തിക്കാന്, അല്ലെങ്കിൽ ASP.NET Core ബാക്ക് എൻഡ് ഡെവലപ്പർ എന്നുള്ള നിലയിലേക്ക് നിങ്ങളെ എത്തിക്കാന്, അല്ലെങ്കിൽ ASP.NET Core ആർക്കിടെക്ട് എന്നുള്ള നിലയിലേക്ക് നിങ്ങളെ എത്തിക്കാന് ഒക്കെ സഹായിക്കുന്ന ഒരു കോഴ്സുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്റെ ഈ കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ കോഴ്സിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, സിലബസ് ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനിൽ തുടങ്ങി നമ്മൾ ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു കോഴ്സ് അവസാനിപ്പിക്കുന്നത്. സാധാരണ ഞാൻ യൂട്യൂബ് ചാനലുകളിൽ ഉള്ള കോഴ്സുകൾ നോക്കിയപ്പോൾ എനിക്ക് എന്താണ് കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ഒരു ക്രൂഡ് ഓപ്പറേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്ത് ഒരു ചെറിയ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. അവർ യൂസ് ചെയ്യുന്ന ഓരോരോ കോൺസെപ്റ്റുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രൊജക്റ്റിൽ. പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ അതിന്റെ ഫ്ലോ എങ്ങനെയാണെന്നോ ഒന്നും അവര് വ്യക്തമായിട്ട് പറയുന്നില്ല. ഈ ഒരു ഇംഗ്ലീഷ് ചാനലുകൾ കൂടുതലും പറയുന്നുണ്ടെങ്കിലും മലയാളത്തിൽ അത്തരം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ എനിക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
ഞാൻ ഈ ഒരു ചാനലിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കുറച്ച് ക്രൂഡ് ഓപ്പറേഷൻസ് ചെയ്ത് നിങ്ങളെ കാണിക്കാതെ, അതുകൊണ്ട് അത് ഞാൻ പറയട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഡെവലപ്പറായി മാറില്ല. നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മാറില്ല, ഒരു ഡെവലപ്പറായി മാറില്ല. നിങ്ങൾക്കൊരു ഡെവലപ്പറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ടിന്, ആ ഒരു പ്രൊജക്ട്, ഒരാളൊരു സാധനം യൂട്യൂബിൽ ഒരു സംഭവം ചെയ്ത് വീഡിയോ ഇടുന്ന, അതിലെ കോഡ് നോക്കി ടൈപ്പ് ചെയ്ത് അപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളൊരു ഡെവലപ്പർ ആവില്ല. ഒരാൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അയാൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത കോൺസെപ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അത് ASP.NET കോറിലായിക്കോട്ടെ, സ്പ്രിംഗ് ബൂട്ടിലായിക്കോട്ടെ, ആംഗുലറിലായിക്കോട്ടെ, ഏത് ഫ്രെയിംവർക്കിലും ആയിക്കോട്ടെ. ഫ്രെയിംവർക്കിന് വേണ്ടിയുള്ള കുറെ ലൈബ്രറീസ് ഉണ്ട്. ഫ്രെയിംവർക്കിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ഫ്രെയിംവർക്കിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഈ ഒരു ലൈഫ് സൈക്കിൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ലൈഫ് സൈക്കിളിൽ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റണം. ആ കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്ന റിയൽ ടൈം സിനാരിയോസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് ഡീപ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പം ഞാൻ ഈ ഒരു കോഴ്സിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തുടങ്ങും. അപ്പം ആ തുടങ്ങുന്ന ഓരോ ലെവലിലും നമ്മൾ ഓരോ കോൺസെപ്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്, ആ കോൺസെപ്റ്റുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ വൈകിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ സിലബസിലോട്ട് പോവാം. എന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനിൽ നിന്നാണ്. ASP.NET Core MVCയുടെ ഇൻട്രൊഡക്ഷനിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ASP.NET Core MVC ഫ്രെയിംവർക്ക് എന്താണ്, MVC പാറ്റേൺ എന്താണ്, കൺട്രോൾ എന്താണ്, വ്യൂസ് എന്താണ്, റൈസർ പേജസ് എന്താണ്, മോഡൽസ് എന്താണ്, തുടങ്ങി ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്താണ്, ASP.NET Coreലെ സിംഗിൾടൺ, സ്കോപ്പ്, ട്രാൻസിയൻ സർവീസുകൾ എന്തൊക്കെയാണ്. ഇതൊക്കെ ഈ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ, ഈ സിംഗിൾടൺ, ട്രാൻസിയൻ, സ്കോപ്പ്, ഇത്തരം കോൺസെപ്റ്റുകളൊന്നും ഒരു യൂട്യൂബ് ചാനലിലും ഞാൻ ഇതുവരെ കണ്ടില്ല പഠിപ്പിക്കുന്നത്. ഞാൻ പറയാലോ, ഒരു യൂട്യൂബ് ചാനലും അവർ ഇത്തരം കോൺസെപ്റ്റുകൾ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇന്ന കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞവർ പോകുന്നില്ല. ഇന്നത് ഇവിടെ കൊണ്ടിട്ടു, ഇന്നത് ഇവിടെ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ പ്രമുഖ യൂട്യൂബ് ചാനലുകളിലൊന്നും എനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല. സോ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഡേറ്റ പാസിംഗ് ടെക്നിക്കുകൾ, എങ്ങനെയാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഡേറ്റ പാസ് ചെയ്യാം, 6 രീതിയിലാണ് ASP.NET Core ഡേറ്റാസ് പാസ് ചെയ്യാൻ പറ്റുന്നത്. ആ 6 രീതികളും വ്യക്തമായിട്ട് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. റൂട്ടിംഗ് ടെക്നിക്ക് എന്താണ് ASP.NET Core MVCയിലുള്ളത്. ASP.NET Core MVC ഫ്രെയിംവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 5 ടൈപ്പ് റൂട്ടിംഗ് മെത്തേഡുകളാണ്. അത് പൂർണ്ണമായും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ASP.NET Core MVCയിലുള്ള വ്യൂസ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, 8 ടൈപ്പ് വ്യൂസ് ടെക്നിക്കുകളാണ് ASP.NET Core MVC സപ്പോർട്ട് ചെയ്യുന്നത്. ആ 8 ടൈപ്പ് വ്യൂസുകളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ASP.NET Core MVCയിലെ ആക്ഷൻ റിസൾട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, 8 ടൈപ്പോളം ആക്ഷൻ റിസൾട്ടുകൾ ASP.NET Core MVCയിലുണ്ട്. ഈ 8 ടൈപ്പുകളും ഞാൻ അതിന്റെ റിയൽ ടൈം പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. ആ പ്രൊജക്റ്റിൽ ഓരോ മെത്തേഡുകളും പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് മാർക്ക് ചെയ്ത് ഈ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ASP.NET Core MVCയിലുള്ള HTML ഹെൽപ്പേഴ്സ് ഉണ്ട്. 13ഓളം HTML ഹെൽപ്പേഴ്സ് ASP.NET Core MVCയിൽ അവൈലബിൾ ആണ്. ആ 13 HTML ഹെൽപ്പേഴ്സ് ഞാൻ നിങ്ങളെ കവർ ചെയ്യുന്നതാണ്. ടാഗ് ഹെൽപ്പേഴ്സ് HTML ASP.NET Core MVCയിലുള്ള 9ഓളം ടാഗ് ഹെൽപ്പേഴ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ASP.NET Core MVCയിലെ മോഡൽ ബൈൻഡിങ് കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മോഡൽ ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിക്വസ്റ്റ് റെസ്പോൺസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന്റെ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റിലെ ഡേറ്റ എങ്ങനെയാണ് വന്നിട്ട് സെർവർ ആപ്ലിക്കേഷനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, സെർവർ ആപ്ലിക്കേഷൻസിൽ അത് എങ്ങനെയാണ് പാരാമീറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റാസുമായിട്ട്, ഡേറ്റാ ടൈപ്പുകളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോപ്പർട്ടികളുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സാധനം എങ്ങനെയാണ് ഡേറ്റാബേസുമായിട്ട് റിലേറ്റ് ആവുന്നത്, എങ്ങനെയാണ് ORM വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വറികൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മോഡൽ ബൈൻഡിങ്ങിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആ കോൺസെപ്റ്റുകൾ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയിരുന്നാൽ ഇത്തരം കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഡേറ്റ അനോട്ടേഷൻസും ഡേറ്റ വാലിഡേഷൻസും എന്താണെന്നുള്ളത് ASP.NET Core പഠിപ്പിക്കും. ഏതാണ്ട് 8 തരത്തിലുള്ള ഡേറ്റ അനോട്ടേഷൻസുകളാണ് ASP.NET Core. അതിനുശേഷം അവസാനമായി നമ്മൾ ASP.NET Core MVCയിൽ പഠിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ ASP.NET Core MVCയുടെ ഫ്ലുവന്റ് API വാലിഡേഷൻ ആണ്. അതുപോലെ തന്നെ ASP
ASP.NET സ്റ്റേറ്റ് മാനേജ്മെന്റ് ടെക്നിക്കുകളുമാണ്. ഈ ഫ്ലുവന്റ് API വാലിഡേഷൻ എന്ന് പറയുന്നത് ഒരു 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 കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങളിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. എന്താണ് ഫ്ലുവന്റ് API? ആസ് എ ഡെവലപ്പർ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയിരുന്നാൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് വരാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ബേസിക്കലി യൂട്യൂബിൽ മറ്റുള്ളവർ ചെയ്ത് വെച്ചേക്കുന്ന പോലെ ചുമ്മാ ക്രൂഡ് ഓപ്പറേഷൻസ് ചെയ്ത് വെച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഒരു റിയൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഹെവിലി ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം ആ കോൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ചുമ്മാ കോഡ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. കോഡ് ആർക്കും എഴുതാം, പക്ഷെ ആ കോഡ് എഴുതുന്നതിന് പിന്നിലുള്ള ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ്. ഇതൊരു ബേസിക് കവറിംഗ് ആണ്. ഇതിന് ശേഷം ഞാൻ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ക്രൂഡ് ഓപ്പറേഷൻസ് ഓൾറെഡി ഇതിന്റെ കൂട്ടത്തിൽ കവർ ചെയ്യും. ക്രൂഡ് ഓപ്പറേഷൻസും കവർ ചെയ്യും, ബേസിക് ക്രൂഡ് ഓപ്പറേഷൻസും ആപ്ലിക്കേഷൻ ബിൽഡിങ്ങിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട്. ഫിൽറ്റേഴ്സ്, ഫയൽ ഹാൻഡ്ലിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ് ഇൻ ASP.NET Core. ഈ ഫിൽറ്റേഴ്സ് 11 ടൈപ്പോളം ഫിൽറ്റേഴ്സ് ASP.NET Core അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് 13 ടൈപ്പോളം ഫയൽ ഹാൻഡ്ലിംഗ് മെക്കാനിക്സംസ്, ഫയൽ ഹാൻഡ്ലിംഗ് ടെക്നിക്കുകൾ ASP.NET Core നമുക്ക് ചെയ്യാൻ പറ്റും. ASP.NET Core റിപ്പോർട്ടിംഗ് ടൂൾസുകൾ ചെയ്യാൻ പറ്റും. പിന്നീട് ഇത്തരം അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ബൈൻഡിങ് മോഡിഫിക്കേഷൻസ്, SSL ഒക്കെ IIS സെർവർ SSL, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, കാസ്കേഡിങ് എങ്ങനെയാണ്, ഓട്ടോ പേജ് റിഫ്രഷിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ചില അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ നമ്മുടെ റിയൽ ടൈം ആപ്ലിക്കേഷൻസും നിങ്ങൾ പഠിപ്പിക്കും. ഒരു 6ഓളം റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. ബട്ട് ഗൈസ്, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആസ് എ ഫ്രീ സ്റ്റുഡന്റ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ നിന്ന് ഇവിടെ വരെയുള്ള എല്ലാ കോൺസെപ്റ്റുകളും ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ്. പക്ഷെ എന്താണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിനു ശേഷം ഒത്തിരി കോൺസെപ്റ്റുകളുണ്ട്. ASP.NET Core ഐഡന്റിറ്റി, ASP.NET Core വെബ് API, ASP.NET Core MVC, ഇത്തരം അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകൾ. ഞാൻ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ഇവിടെ വരെയുള്ള കോൺസെപ്റ്റുകളാണ്. അതായത് ഏതാണ്ട് ഇവിടെ വരെയുള്ള കോൺസെപ്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പോകുന്നത്. ക്രൂഡ് ഓപ്പറേഷൻസ് വരെയുള്ള കോൺസെപ്റ്റുകൾ. അതിനുശേഷമുള്ള ഒത്തിരി കോൺസെപ്റ്റുകൾ ASP.NET Core അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ വരെയുള്ള കോൺസെപ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യും. ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തതിനു ശേഷം അടുത്ത അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു പേഴ്സണലൈസ് സപ്പോർട്ട് വേണ്ടി വരുന്നു എന്ന് തോന്നിയാൽ ഗൈസ്, വളരെ മിനിമം ആയിട്ടുള്ള ഒരു തുകയില് നിങ്ങൾക്ക് പേഴ്സണൽ സപ്പോർട്ട് ഞാൻ ചെയ്തു തരുന്നതാണ്. അതായത് ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഇതിന് വേണ്ടി വരുന്ന തുക. അപ്പം അത് ഞാൻ പിന്നീട് നിങ്ങൾ പേഴ്സണലായിട്ട് വരുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എത്ര എമൗണ്ട് വരുന്നത്, വളരെ തുച്ഛമായ തുകയ്ക്കാണ് നമ്മൾ ചെയ്തു തരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകളുള്ള ഒരു വലിയ ക്ലാസ്സുകൾ കൂടി വരുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ASP.NET Core നല്ലൊരു വെബ് ഡെവലപ്പർ 2025 വരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം. ഇതിൽ അഡ്വാൻസ്ഡ് ഈ ഒരു യൂട്യൂബിൽ ഇത് പഠിച്ച് നിങ്ങൾ തുടങ്ങി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പേഴ്സണൽ സപ്പോർട്ട് കൂടി എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഗൈസ്, ഐ ആം ഷുവർ ദാറ്റ് യു വിൽ ബിക്കം എ ഗുഡ് ASP.NET Core MVC ഡെവലപ്പർ എന്ന് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എന്റെ ASP.NET Core ഐഡന്റിറ്റി, ASP.NET Core എന്റിറ്റി ഫ്രെയിംവർക്ക്, ASP.NET Core വെബ് API തുടങ്ങിയ 3 ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രവേശിക്കാവുന്നതാണ്. ബട്ട് ആ ബാച്ചുകൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഒരു ബാച്ചാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച്. ഇതിന് ശേഷമായിരിക്കും ആ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സർവീസിന്റെ ഒരു ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആദ്യം ഈ ഒരു ASP.NET Core MVC ബാച്ച് നമ്മൾ ബേസിക് സ്റ്റാർട്ട് ചെയ്യണം. വിത്ത് പേഴ്സണൽ സപ്പോർട്ടാണ്. പേഴ്സണൽ സപ്പോർട്ട് ഇല്ലാത്തവർക്കും പഠിക്കാം. ബട്ട് പേഴ്സണൽ സപ്പോർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പറയാലോ, ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഫോർ യു. ഞാൻ പറയണം
അപ്പം അതൊരു പേഴ്സണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ചുമ്മാ ഒരു ഇതായിരിക്കില്ല. നമ്മളൊരു സൂം മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത മീറ്റിംഗിൽ ഡൗട്ട് ഉള്ളവരെ ആഡ് ചെയ്ത് സ്ക്രീൻ ഷെയർ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഡൗട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ സൂം മീറ്റിംഗിൽ ഡെയിലി ഒരു 1 hour നമ്മൾ ക്ലിയർ ചെയ്തിരുന്ന് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ്. അവരുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ബട്ട് ഗൈസ്, നിങ്ങൾക്ക് പേഴ്സണൽ സപ്പോർട്ട് ആവശ്യമില്ലാത്തവർക്ക് നമ്മുടെ വീഡിയോ കണ്ട് പഠിക്കാൻ പേഴ്സണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്കീമിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. സോ ഗൈസ്, ഇതിന്റെ ബാക്കി ഉള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത വീഡിയോയിലായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ നമ്പരും കാര്യങ്ങളും, എങ്ങനെയാണ് പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന്റെ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗൈസ്, ബൈ. സോ എല്ലാവരും ഓക്കെ ഗൈസ്, മറ്റൊരു കാര്യം, എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും എനിക്ക് എന്റെ ഒരു കോഴ്സായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ വരുന്നത് ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്, സബ്സ്ക്രിപ്ഷൻസും അല്ലെ. ആ ഒരു സബ്സ്ക്രിപ്ഷൻസും ആ ഒരു ലൈക്കും കാര്യങ്ങളും കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം വരുന്നത്. അതുപോലെ തന്നെ കമന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ്, കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് കുറച്ച് സ്പീഡോണൊക്കെ വെബ് ഡെവലപ്പേഴ്സിനെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ കറന്റ് നൗക്കരിയിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഇൻഫോസിസിലൊക്കെ ഏതാണ്ട് 200ഓളം ആളുകളെ എടുക്കുന്നുണ്ട് സ്പീഡോണൊക്കെ. അസെഞ്ചറിലൊക്കെ 300-ലധികം ഇപ്പോഴും അസെഞ്ചറിൽ ഹയറിംഗ് അടയ്ക്കാൻ നമുക്ക് ആളെ കിട്ടാനുള്ളത് ഡോട്ട് കോറില്. അപ്പൊ ഈ ഇത്തരം ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന ഇത്തരം സ്റ്റാക്കുകളിൽ അവർക്ക് ആളെ കിട്ടാനില്ല. അപ്പം ആ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ മലയാളി കുട്ടികൾക്ക് ഇത്തരം ഡെവലപ്മെന്റ് മേഖലയിലേക്ക് കൂടുതലായിട്ട് അവർക്ക് ചെന്നിറങ്ങാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഗൈസ്, ഇത് നമ്മുടെ ബേസിക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഈ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് C# അഡ്വാൻസ്ഡ് വേണമെങ്കിൽ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡിസൈൻ പാറ്റേൺസ് വേണമെങ്കിൽ ഡിസൈൻ പാറ്റേൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡിസൈൻ പാറ്റേൺ SQL സെർവർ കോഴ്സ് വേണമെങ്കിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സ്റ്റാക്ക്, നമ്മൾ ഈ ഒരു ഫ്രെയിം വർക്കിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് എനിക്ക് ഉറപ്പാണ്, ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഇതിൽ പഠിക്കുന്ന ഒരു 100% ഒരു 70% കുട്ടികളെങ്കിലും ഈസി ആയിട്ട് വലിയ MNCകൾ പ്ലേസ്ഡ് ആവുന്നുള്ളത് വളരെ ഉറപ്പിച്ച കാര്യമാണ്. അത്ര റിക്വയർമെന്റുകളാണ് സ്പീഡോണറ്റ് ഈ പറയുന്ന വലിയ കമ്പനികളിൽ വരുന്നത്. സോ അവർക്ക് ആളെ കിട്ടാനില്ല. സോ എന്റെ കമ്പനിയിൽ തന്നെ എനിക്ക് വർക്കിംഗ് പ്രൊഫഷണൽ, അപ്പം എന്റെ കമ്പനിയിൽ തന്നെ അത്രയ്ക്കും ഷോർട്ടേജ് ഉണ്ട് ഇത്തരം സ്റ്റാക്കുകളിലേക്ക് ആളെ കിട്ടാൻ. സോ ഗൈസ്, കൂടെ പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത് കൂടിക്കൂടാ, പഠിച്ചു തുടങ്ങുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ ഗൈസ്, വീഡിയോ ലെങ്ത് കുറച്ച് കൂടുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതും പറയാം.